ഒരു ബിംബത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വണങ്ങിയിട്ടില്ല, സുജൂദ് ചെയ്തിട്ടില്ല, അവയ്ക്ക് വേണ്ടി അറുത്തത് തിന്നിട്ടില്ല, അവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടോ ആണയിട്ടുകൊണ്ടോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥമായ ആ പാരമ്പര്യം അവിടെവിടെയായി ചുരുക്കം ചില ആളുകളിൽ അന്നും നിലനിന്നിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ദീൻ, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ ചില പാരമ്പര്യങ്ങൾ പരിപൂർണമായി നശിച്ചു പോകാതെ അറേബ്യൻ ജനതയിലെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ മക്കയിൽ നിലനിന്നിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഒന്ന് വറഖത്ത് ബിൻ നൗഫൽ, മറ്റൊന്ന് സെയ്ദ് ബിൻ നുഫൈൽ. ഇങ്ങനെയുള്ള രണ്ടാളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അവിടുന്ന് ഈ രൂപത്തിലുള്ള ഒരു വൃത്തികേടുകളിലേക്കും പോകാതെ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് അവിടെ നിലനിന്നിരുന്ന കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ഒരു നല്ല ജീവിതം അവിടുന്ന് ജീവിച്ചു കൊണ്ടിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയും പരിശുദ്ധിയും നിർമ്മലതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുക. അവിടുത്തോടുള്ള സ്നേഹം നാം നിലനിർത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ യഥോചിതം സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.